ഇവനും ഇവൻ്റെ ഗേൾഫ്രണ്ടും കൊണ്ട് ഒരു ഡേറ്റിന് വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഇവൻ്റെ മനസ്സിലുള്ള എല്ലാ കാര്യവും അവളുടെ അടുത്ത് ഓപ്പണായിട്ട് സംസാരിക്കുന്നുണ്ട്. ഇവന് പാനിക് അറ്റാക്ക് എന്ന് പറഞ്ഞൊരു ഡിസീസുള്ള കാര്യവും എല്ലാം അവളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നുണ്ട്. ആ പാനിക് അറ്റാക്ക് വന്ന കണ്ട സിറ്റുവേഷൻ എങ്ങനെയാണെന്നൊക്കെ അവളോട് ഷെയർ ചെയ്യുന്നുണ്ട്. മിലിറ്ററിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇവനുണ്ടായ ഒരു അബദ്ധം കാരണം ആണ് ഇവന് പാനിക് അറ്റാക്ക് വന്നതെന്നും അത് കാരണം അവൻ്റെ ലൈഫിൽ ഒരുപാട് അവൻ അനുഭവിക്കുന്നുണ്ടെന്നും ഒക്കെ ഇവളുടെ അടുത്ത് പറയുന്നുണ്ട്. അവന് മര്യാദയ്ക്ക് ഫുഡ് കഴിക്കാൻ പറ്റി. ആ ഫുഡ് കഴിച്ചപ്പോഴേക്ക് അവന് പാനിക് അറ്റാക്ക് പോലെ സംഭവിക്കുക, വോമിറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അവന് മര്യാദയ്ക്ക് ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവളുടെ അടുത്ത് പറയാണ്. സോ അപ്പം ഇവർ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കുന്ന സമയത്ത് ഇവർക്ക് പലതും ഫേസ് ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവളുടെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു. ആദ്യം എല്ലാം പറഞ്ഞ് ഇവളെ മനസ്സിലാക്കിയതിന് ശേഷം ഒന്നിച്ച് മുമ്പോട്ട് പോകാം എന്നുള്ള രീതിയിലാണ് ഇവൻ എല്ലാ കാര്യങ്ങളും അവളോട് ഷെയർ ചെയ്യുന്നത്. ഇവൻ്റെ സിറ്റുവേഷൻ അവൾക്ക് നല്ല രീതിയിൽ മനസ്സിലാവുകയും അവൻ്റെ ഫീലിങ്സ് അവൾക്ക് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് അവൻ വളരെ ഇമോഷണലായിട്ട് അവന് പാനിക് അറ്റാക്ക് പോലെ വീണ്ടും വരാണ്. അവൻ്റെ കൈക്കൊക്കെ നല്ല പെയിൻ വരെയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ അവൻ ഫുഡൊന്നും കഴിക്കാതെ അവിടെ നിന്ന് ആ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. എന്നിട്ട് അവൻ്റെ പാനിക് അറ്റാക്ക് കൺട്രോൾ ചെയ്യുന്ന ടാബ്ലറ്റൊക്കെ എടുത്ത് കഴിക്കുകയാണ്. അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അവൾ ഓടി അവൻ്റെ അടുത്തോട്ട് വരുന്നുണ്ട്. എനിക്ക് നിൻ്റെ സിറ്റുവേഷൻസൊക്കെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുകയാണ് അവൾ. എന്നിട്ട് അവർ രണ്ടുപേരും ഒരുമിച്ച് ലൈഫ് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നുണ്ട്. പാനിക് അറ്റാക്ക് കാരണം അവൻ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അവൻ്റെ ഫാമിലിയിൽ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുമ്പോൾ അവനൊട്ടും ഫുഡ് കഴിക്കാൻ പറ്റാതെ അവൻ പാനിക് അറ്റാക്ക് വരെയും അവൻ വോമിറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാറുണ്ട്. അതുപോലെ നീയും എൻ്റെ ഫാമിലി സ്ട്രഗിൾ ചെയ്യുന്ന പോലെ നീ സ്ട്രഗിൾ ചെയ്യുമെന്നൊക്കെയുള്ള ടെൻഷൻ അവനുണ്ട്. പക്ഷെ അതൊക്കെ ഒരുമിച്ച് ഫേസ് ചെയ്യാനായിട്ട് അവൾ റെഡിയാണ്. അങ്ങനെ അവൾ ലൈഫ് ഒരുമിച്ച് ജീവിക്കാനായിട്ട് തീരുമാനം എടുക്കുന്നുണ്ട്. ഇവനാണെങ്കിൽ ഇവൻ കാരണം അവൻ്റെ പാരൻസും ഫുഡ് കഴിക്കുന്ന സമയത്ത് സ്ട്രഗിൾ ആവുന്നുണ്ട് എന്ന് മനസ്സിലായിട്ടാണ് അവൻ അവൻ്റെ പാരൻസിനെയൊക്കെ വിട്ടിട്ട് ഒറ്റയ്ക്ക് വന്ന് താമസിക്കുന്നത്. സോ ഈ അവൻ്റെ ഫാമിലി എല്ലാവരെയും അവനെ ഒന്നിച്ച് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അവസാനം അവൻ്റെ ഫാമിലി ഇവൻ്റെ സിറ്റുവേഷൻസൊക്കെ മനസ്സിലാക്കി എല്ലാവരും വീണ്ടും ഒന്നാവുന്നുണ്ട്. താങ്ക് യു.